ഡി സതീശന്റെ ശക്തമായ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശ്രീരാജ് ബാബു രാഹുലിന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീരാജ്, അത്യന്തം നാടകീയമായ കാര്യങ്ങളാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ തന്നെയല്ലേ നേരത്തെ രാഹുൽ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചത്? അപ്പോൾ എന്തിനാണ് മാധ്യമങ്ങളെ കാണുന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ നൽകിയിരുന്നോ? ഇപ്പോൾ വാർത്താ സമ്മേളനം റദ്ദാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയത് എന്നെങ്കിലും അവർ പറഞ്ഞിരുന്നോ? ബിനിൽ, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നില്ല. മാധ്യമങ്ങളെ കാണണമെന്ന വിവരം മാത്രമായിരുന്നു രാഹുലുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീട്ടിലേക്ക് വരികയും രാഹുലിനെ കാത്തിരിക്കുകയും ചെയ്തു. പക്ഷേ ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം നമ്മളിവിടെ തുടർന്നിട്ടും രാഹുൽ പുറത്തേക്ക് വരികയോ മാധ്യമങ്ങളെ കാണുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുമ്പോൾ രാഹുലുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ നമുക്ക് ആദ്യം മാധ്യമങ്ങളെ കാണണമെന്ന് പറഞ്ഞ അവർ തന്നെയാണ് പറയുന്നത്. മാധ്യമങ്ങളെ കാണുന്നില്ല, താൽക്കാലികമായി മാധ്യമങ്ങളെ കാണണ്ട എന്ന് നേതൃത്വം അറിയിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളും നൽകിയത്. എന്തായാലും മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടായി. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം തന്നെ മറുപടി പറയേണ്ടിയിരുന്ന ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാധ്യമങ്ങളെ കാണാനിരുന്നത് തൻ്റെ ഭാഗത്തുള്ള കുറച്ച് തെളിവുകൾ, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ഭാഗം ന്യായീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പുറത്തുവിടാനിരുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു രാഹുൽ മാധ്യമങ്ങളെ കാണാൻ ഇരുന്നത്. പക്ഷേ നേതൃത്വത്തെ ഈ വിവരം അറിയിക്കുകയൊന്നും തന്നെ ചെയ്തിരുന്നില്ല. രാഹുൽ മാധ്യമങ്ങളെ കാണുന്നു എന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നേതൃത്വം രാഹുലിനെ ബന്ധപ്പെട്ടു. എന്തിനാണ് മാധ്യമങ്ങളെ കാണുന്നത് എന്ന വിവരം ചോദിച്ചപ്പോൾ രാഹുൽ ഇത്തരത്തിൽ തൻ്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ തനിക്ക് പറയേണ്ടതുണ്ട്, കുറച്ച് തെളിവുകൾ തൻ്റെ ഭാഗത്തുമുണ്ട്, അത് കാണിക്കേണ്ടതുണ്ട് എന്ന വിവരം നൽകി. അപ്പോൾ പറഞ്ഞത്, കയ്യിലുള്ള തെളിവുകളെല്ലാം കയ്യിൽ വെച്ചിരുന്നാൽ മതി, അതെല്ലാം എടുത്ത് ഇവരെ ഭീഷണിപ്പെടുത്താനാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നടപടി എന്നായിരുന്നു ബന്ധപ്പെട്ട ആൾ വിളിച്ചപ്പോൾ രാഹുലിന് ലഭിച്ച മറുപടി. ശ്രീരാജ് തുടരുക, അതാണ് ലഭിച്ചിട്ടുള്ള മറുപടി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നാടകീയമായി വിളിച്ചു ചേർത്തിട്ടുള്ള വാർത്താ സമ്മേളനം നാടകീയമായി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഡി സതീശന്റെ ശക്തമായ താക്കീതാണ്. ആ വാർത്താ സമ്മേളനം നടത്തേണ്ട എന്നുള്ള താക്കീത് സതീശൻ നൽകി. തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ചില ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഈ വാർത്താ സമ്മേളനം വിളിച്ചത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീരാജ് ബാബു, മഹേഷ് ചന്ദ്രൻ ഉൾപ്പെടെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരിലേക്ക് മടങ്ങിയെത്താം.